പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇൻഫെർട്ടിലിറ്റി, ഇമ്പോർട്ടൻസ് തുടങ്ങിയ ഈ ലൈംഗിക പ്രത്യുൽപാദന പ്രശ്നങ്ങൾ വളരെ കൂടുതലായി കണ്ടു. അതും ഉറക്കക്കുറവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട് പുസ്തകം. തീർച്ചയായിട്ടും ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഉറക്ക സമയത്താണ് നമുക്ക് നമ്മുടെ സെക്സ് ഹോർമോൺസ്, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഇങ്ങനെയുള്ള ഹോർമോൺസ് എല്ലാം നമുക്ക് കൂടുതലുണ്ടാകുന്നത് ഉറക്കത്തിൻ്റെ, പ്രത്യേകിച്ചും ഈ റം സ്ലീപ്പിൻ്റെയൊക്കെ സമയത്താണ് ഇത് ഏറ്റവും കൂടുതലുണ്ടാവേണ്ടത്. ഇത് ഈ 3 ടൈപ്പ് ഹോർമോൺസും നമ്മുടെ കോർട്ടിസോളിൻ്റെ ഒരു വകഭേദമാണ്. പക്ഷേ ഈ ഉറക്കക്കുറവുള്ളവർക്ക് 2-3 വിധത്തിൽ ഇത് ബാധിക്കും. ഒന്ന്, നേരിട്ട് ഈ ടെസ്റ്റോസ്റ്റിറോൺ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോണും സ്ത്രീകളിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോണും അതിൻ്റെ അളവ് കുറയുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ഈ സ്ട്രെസ്സ് കാരണം ഈ ഉറക്കക്കുറവുള്ളവർക്ക് എപ്പോഴും സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിരിക്കും, ആൻസൈറ്റിയും സ്ട്രെസ്സും കൂടുതലായിരിക്കും. അപ്പോൾ കോർട്ടിസോളിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും അതിന് ഈ മറ്റുള്ള ഹോർമോണിനെ സപ്രസ് ചെയ്യാനുള്ളൊരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഒരു കോർട്ടിസോളിൻ്റെ ലെവൽ കൂടിയാൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയും, കോർട്ടിസോൾ കുറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ കൂടും. അപ്പോൾ ഇത് നമ്മുടെ പൊട്ടൻസിയെയും അതേപോലെ ഫെർട്ടിലിറ്റിയെയും ഏറ്റവും കൂടുതൽ നേരിട്ട് ബാധിക്കുന്ന ഈ ഹോർമോണിൻ്റെ അളവാണ്. അതേപോലെ എപ്പോഴും നമ്മൾക്ക് ഈ ഉറക്കം കുറവുള്ളവരല്ലേ, ഈ സിമ്പതറ്റിക്, നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്നുണ്ടല്ലോ, നമ്മുടെ എല്ലാ ആന്തരിക അവയവങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന, ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം വഴിയാണ്. അതിൽ സിമ്പതറ്റിക് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പതറ്റിക് സിസ്റ്റം ഉണ്ട്. ഈ സിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ ഇടിക്കുകയൊക്കെ വരുമ്പോൾ ആ ശക്തി കിട്ടാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ്. പക്ഷേ അത് എല്ലാ സമയത്തും അത് ഇരിക്കാൻ പാടില്ല. അത് നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിമ്പത്തറ്റിക് ഓവർ ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങളുടെ ആരോഗ്യം തീർച്ചയായിട്ടും പോകും. നേരെ മറിച്ച് മോസ്റ്റ് ഓഫ് ദ ടൈം പാരാസിമ്പത്തറ്റിക് ആണ്. ഇപ്പം ദഹനം കറക്റ്റായിട്ട് നടക്കണം, പാരാസിമ്പത്തറ്റിക് സിസ്റ്റമാണ് വർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള പൊട്ടൻസി ഇതെല്ലാം അതിനകത്ത് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റിയിലാണ്. അതെല്ലാം നമ്മുടെ ശാന്തമായിട്ട് മനസ്സിരിക്കുമ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റിയിലായിരിക്കും. അപ്പം ഈ ഉറക്കം കുറവുള്ള വ്യക്തികളിലും കൂർക്കം വലിയുള്ള വ്യക്തികളിലും സിമ്പത്തറ്റിക് ഓവർ ആക്ടിവിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഈ നമ്മുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, നമുക്ക് ഒരു സെക്ഷൽ ഫീലിംഗ് പ്രോപ്പറായിട്ട് വരത്തില്ല, എപ്പോഴും ഒരു ആൻസിറ്റി ഫീലിങ്ങിലായിരിക്കും. അപ്പോൾ ഇത് ഡെഫിനറ്റായിട്ട് നമ്മുടെ പൊട്ടൻസി ഇപ്പോൾ ഇന്ന് കാണുന്ന നമുക്കറിയാം. ഇപ്പോൾ ബോംബെയിലെ പോലുള്ള പഴയ വലിയ സിറ്റികളിലൊക്കെ ഫെർട്ടിലിറ്റി വളരെ കുറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവർ ഈ എപ്പോഴും ജീവിതം മൊത്തം സ്ട്രെസ്സിലായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ അത് നല്ലൊരു ഇതല്ല ഒരിക്കലും. അതുകൂടാതെ തന്നെ കുറുക്കം വലി കൊണ്ടുള്ള ശല്യം കാരണം ഉറങ്ങാൻ പറ്റാതെ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഡിവോഴ്സിന്റെ ഒരു പ്രധാനമായിട്ടുള്ള റീസൺ വന്നതാണ്. അതെ, തീർച്ചയായിട്ടും. ഇത് ആരോഗ്യ പ്രശ്നത്തിന് പോലെ തന്നെ ഇതൊരു വലിയൊരു സാമൂഹ്യ പ്രശ്നം കൂടാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പലയിടത്തും നടക്കുന്നൊരു കാര്യം സ്ലീപ്പ് ഡൈവേഴ്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതായത് ഒരാൾക്ക് ഭയങ്കര സ്നോറിങ് കൂടുതലാണെങ്കിൽ ഭാര്യയോ ഭർത്താവോ മറ്റേ മുറിയിൽ മാറിക്കിടക്കുന്ന ഒരവസ്ഥ. അത് റിയൽ ഡൈവേഴ്സ് അല്ല, പക്ഷെ അതിപ്പം നമ്മുടെ നാട്ടിലും ആയിട്ടുണ്ടെന്ന് പല ഇതും പറയുന്നുണ്ട്. വെസ്റ്റേൺ കൺട്രീസിലെല്ലാം അതിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം ഇത് സ്ലീപ്പ് ഡൈവേഴ്സ് ഒരു കോമൺ തിങ് ആണ്. അപ്പോൾ അതോടെ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു മാനസിക ബന്ധം അടുപ്പം ക്രമേണ പോവുകയാണ്. പക്ഷേ നിവർത്തിയില്ല. പക്ഷേ അതുകൊണ്ട് പക്ഷേ എങ്കിലും സ്നോറിങ് നമുക്ക് നമ്മളെല്ലാം അറിയേണ്ടത് ഇത് കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് അതിനുള്ള മെക്കാനിസം ഇപ്പം വന്നിട്ടുണ്ട്, അതിൻ്റെ നോളജ് നമുക്കുണ്ട്. അത് പലരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ദുഃഖകരം. അതുപോലെ ഒരു കൂർക്കമ്പനിയുള്ള ഒരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് അവരെ അക്സസ് ചെയ്യുമ്പോൾ എന്നുള്ളതിനെപ്പറ്റി ഉൾക്കാവുക? അത് പ്രധാനമായിട്ട് 3 വിധത്തിലാണ്. ഒന്ന്, ഈ കൂർക്കമ്പലിയുടെ റീസൺ നമുക്കറിയണം. അതിന് നമുക്ക് പ്രോപ്പറായിട്ടൊരു ഹിസ്റ്ററി വളരെ അത്യാവശ്യമാണ്. അത് ഈ കൂർക്കമ്പലി പലപ്പോഴും ഒരാൾ വന്ന് എനിക്ക് കൂർക്കമ്പലി എന്നല്ല പറയുക, പലപ്പോഴും അവർക്ക് വേറൊരു രോഗമായിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു നിയന്ത്രണമില്ലാത്ത ബ്ലഡ് പ്രഷർ, എത്ര മരുന്ന് കൊടുത്തിട്ടും BP കുറയുന്നില്ല, അല്ലെ എത്ര മരുന്ന് ഇൻസുലിൻ എടുത്തിട്ടും ഷുഗർ കുറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഹിസ്റ്ററി വളരെ പ്രധാനമാണ്. അപ്പം നമുക്ക് ചോദിക്കുമ്പം തന്നെ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ കോമോർബിഡിറ്റി എന്ന് പറയും, അതായത് രോഗങ്ങൾ ഉണ്ടാക്കാൻ ഈ കൂർക്കം വലിയൊരു കാരണം എങ്ങനെ ആകുന്നു എന്നുള്ളതാണ് പ്രധാനം. രണ്ടാമത്, ഒരാൾ കൂർക്കം വലിക്കുന്നത് ഒന്നുകിൽ
സ്ട്രെസ്സാണ് അതിൻ്റെ നമ്പർ 1 റീസൺ. അപ്പോൾ അത് നമുക്ക് ആ ഒരു ആസ്പെക്റ്റ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഘടനാപരമായ ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മൂക്കിനകത്തും തൊണ്ടയ്ക്കകത്തും ഉള്ള ഘടനാപരമായ പ്രശ്നങ്ങളാണ്. അതിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, മൂക്കിൻ്റെ പുറകിലുള്ള അഡിനോയിഡ് ദശയോ അല്ലെ ടോൺസിലോ ആണ് അതിൻ്റെ ഏറ്റവും പ്രധാന റീസൺ. പക്ഷേ പ്രായമുള്ളവരിൽ മൂക്കിനകത്ത് അലർജി, പാലത്തിൻ്റെ ഡിവിയേഷൻ, സിവിയർ ഡിവിയേഷൻ, ചുമ്മാ ഒരു ഡിവിയേഷൻ കൊണ്ടൊന്നും കൂർക്കം വലി വരികയില്ല. അതേപോലെ പോളിപ്സ്, ദശ, അലർജി കൊണ്ടുണ്ടാകുന്ന ദശകൾ, മൂക്കിൻ്റെ പുറകിലുള്ള അല്ല തൊണ്ട വരുന്ന ട്യൂമറുകൾ, ടോൺസിൽ, പിന്നെ സിസ്റ്റുകൾ, തൊണ്ടയിലെ ചില സിസ്റ്റുകൾ. അതുകൂടാതെ തീർച്ചയായിട്ടും ഒബീസിറ്റി, ഫാറ്റ്. ഈ തൊണ്ടയ്ക്ക് ചുറ്റും മാംസപേശികളിൽ ഫാറ്റ്, നാക്കിലുമൊക്കെ ഫാറ്റ് വന്നു കഴിഞ്ഞാൽ നാക്ക് പുറകോട്ട് തെള്ളി വരും. അപ്പം എപ്പോഴും ഈ കൂർക്കം വലിയുടെ നെഗറ്റീവ് പ്രഷർ കൂടുമ്പോഴാണ് കൂർക്കം വലി കൂടുന്നത്, തൊണ്ടയിൽ കൂടെയുള്ള നെഗറ്റീവ് പ്രഷർ. അതിൻ്റെ ഡയമീറ്റർ കുറയുന്നതിനനുസരിച്ച് ഈ ഫാറ്റ് വന്ന് ചുറ്റുപാടും ഡിപ്പോസിറ്റ് ആകുമ്പം തൊണ്ടയ്ക്കകത്തെ ദ്വാരത്തിൻ്റെ അളവ്, ഡയമീറ്റർ കുറയും. അങ്ങനെ അപ്പം നെഗറ്റീവ് പ്രഷർ കൂടും, എയർ പോകുന്നതുകൊണ്ട്. ആ നെഗറ്റീവ് പ്രഷർ വരുമ്പോൾ അകത്തോട്ടുള്ള പുള്ളിങ് എഫക്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെയാണ് ഇത് വൈബ്രേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് ഒബീസിറ്റി ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് കണ്ടുപിടിക്കാൻ ചിലപ്പം നമുക്ക് മൂക്കിൽ എൻഡോസ്കോപ്പ് ചെയ്യേണ്ടി വരും, ത്രോട്ട് ഫ്ലെക്സിബിൾ ചെയ്യേണ്ടി വരും. അതേപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റിനകത്ത് നമുക്ക് ഒബീസിറ്റിയുടെ ലെവൽ നോക്കുക, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധന, രക്തപരിശോധനയൊക്കെ വേണ്ടി വരും. അതുകൂടാതെ നമ്മൾ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് പോലും നമുക്ക് ലിവറിൻ്റെ കണ്ടീഷൻ നോക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഒരു കൂർക്കം വലിയായിട്ട് വന്നിട്ട് എനിക്ക് അബ്ഡോമൻ അൾട്രാസൗണ്ട് ചെയ്യുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഫാറ്റി ലിവറോ ലിവറിൻ്റെ കണ്ടീഷനൊക്കെ അറിയണം, മരുന്നുകളോ എന്തെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ അങ്ങനെയുള്ള ECG എടുക്കേണ്ടി വരും, ഹാർട്ടിൻ്റെ സ്ഥിതി അറിയേണ്ടി വരും. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ അത് കൂടാതാണ് നമ്മൾ ഇതിൻ്റെ സിവിയറിറ്റി, എന്തുമാത്രം ഈ കൂർക്കം വലി ആ വ്യക്തിയെ ബാധിക്കുന്നു. എൻഡോസ്കോപ്പിയെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ചേർക്കാനുള്ള, ഇപ്പോൾ നമ്മൾ കടസം അറിയാനായിട്ട് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ തന്നെ ഉറക്കത്തിൽ നമ്മുടെ തൊണ്ടയുടെ മൂവ്മെന്റ് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മൾ സ്ലീപ്പ് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ് കൃത്യമായി ആ അനസ്തീഷ്യ മരുന്നുകൾ ഉപയോഗിച്ച് ചെറിയൊരു ഓട്ടത്തിലേക്ക് കൊണ്ടുപോയുള്ള എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്. അതേപോലെ അതെ, ഡൈസ് എന്ന് പറയും, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്ലീപ്പ് എൻഡോസ്കോപ്പി. അത് പിന്നെ എല്ലാവർക്കും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ അതൊരു ഓപ്പറേഷൻ ചെയ്യുകയാണ്. അപ്പം നമുക്ക് ചിലർക്കൊക്കെ ഇത് തൊണ്ടയിലുള്ള പാലറ്റ്, മേലെണ്ണാക്ക് നീണ്ടുവരുന്നു, അല്ലെങ്കിൽ വളരെയധികം തൊണ്ട ചുരുങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള കേസുകളിലൊക്കെ നാക്ക് ഭയങ്കരമായിട്ട് ബൾക്കിയാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിനു മുമ്പ് കൃത്യമായിട്ട് ഏത് ഭാഗത്താണ് തടസ്സമെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഡൈസ് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ ഒരു പരിശോധനയായിട്ട് നമ്മൾ എല്ലാ കേസുകളിലും അത് ചെയ്യേണ്ട കാര്യം വരില്ല. പക്ഷേ ഇത് ഈ സിവിയറിറ്റി അറിയാൻ വേണ്ടി നമുക്ക് സ്ലീപ്പ് സ്റ്റഡി, അത് ഡോക്ടർ അൻവറിന് അറിയാമല്ലോ, 3 ലെവലിലുണ്ടത്. പ്രധാനമായിട്ട് 4 ലെവലുണ്ട് ശരിക്കും. 3 ലെവൽ എന്ന് പറയുന്നത്, ലെവൽ 1 എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇപ്പോൾ ഉദാഹരണമായിട്ട് അത് കൂർക്കം വലിക്ക് മാത്രമല്ല, അല്ലാതുള്ള ചില സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണമായിട്ട് ഉറക്കത്തിൽ കിടന്ന് നിലവിളിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില പാരാസോംനിയാസ്, അല്ലെങ്കിൽ കാലനങ്ങിക്കൊണ്ടിരിക്കുന്ന, ഉറങ്ങാൻ കിടക്കുമ്പം കാലിന് അനക്കം വരുന്ന ഒരു രോഗം, കാലിൽ നീറ്റൽ വരിക, ഇതിനൊക്കെ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലെവൽ 1 സ്ലീപ്പ് സ്റ്റഡി. അത് നമ്മളൊരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഇത് സ്ലീപ്പ് സെൻറ്ററിലൊക്കെ പോയി അഡ്മിറ്റ് ചെയ്ത് ചെയ്യുന്ന, അത് നോക്കിക്കൊണ്ട്, അപ്പോൾ അത് ഒരാളുടെ ചുമതല, ഒരു മേൽനോട്ടത്തിലായിരിക്കും ഫുൾ ഉറക്കം നടക്കുന്നത്. അത് വീഡിയോ റെക്കോർഡിങ് കൂടെ ചിലപ്പം ചെയ്യും, പേഷ്യൻ്റ് എണ്ണീറ്റ് നടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. ലെവൽ 2 എന്ന് പറയുന്നത് ഇതേ ടെസ്റ്റ് തന്നെ, പക്ഷേ അത് അവരുടെ വീട്ടിൽ പോയി ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് കുറേ കൂടുതൽ കാര്യങ്ങൾ, നമ്മുടെ സ്ലീപ്പിൽ EEG ഒക്കെ അന്നേരം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഏത് സ്റ്റേജിലൊക്കെ ഈ രോഗി എല്ലാ സ്റ്റേജുകളിലും പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ലെവൽ 3 ആണ്. അത് വീട്ടിൽ വെച്ച് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടെസ്റ്റാണ്. അത് വീട്ടിൽ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം ഓക്സിജൻ്റെ അളവ് കുറയുന്നുണ്ടോ, അതൊക്കെയാണ് പ്രധാനം. കുറയുന്നുണ്ടോ, 2 ശ്വാസം ഇടയ്ക്ക് നിന്ന് പോകുന്നുണ്ടോ, ഈ നേരത്തെ പറഞ്ഞ പോലെ സ്ലീപ്പ് ആപ്നിയ ഉണ്ടാകുന്നുണ്ടോ, പിന്നെ അതേപോലെ നമുക്ക് ഹൃദയത്തിന് ബീറ്റ് ചേഞ്ചസ് വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയുന്നതാണ് ലെവൽ 3. പിന്നെ ലെവൽ 4 എന്ന് പറയുന്നത് ഈ വാച്ച് തന്നെ, ഐ വാച്ചിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ സ്ലീപ്പ്
അതിനിപ്പം പ്രത്യേകം ഡിവൈസസ് വന്നിട്ടുണ്ട് ചീപ്പായിട്ടുള്ളത്. അത് നമുക്ക് ഒരാൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് എത്ര മണിക്കൂർ ഉറങ്ങി, അത് ഡീപ്പ് സ്ലീപ്പ് എത്ര മണിക്കൂർ കിട്ടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ പറ്റും. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ, ഇതെല്ലാം അറിയുന്ന ആക്റ്റിഗ്രഫി എന്നാണ് പറയുന്നത്. അതിപ്പം ഒരു 4-5 കൊല്ലമായിട്ട് ഭയങ്കരമായിട്ട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം പണ്ടൊക്കെ അതിൻ്റെ ആക്യുറസി വളരെ കുറവായിരുന്നു, പക്ഷേ ഇപ്പം അത് വളരെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഒരു 4-5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അത് മാത്രം മതിയായിരിക്കും ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന, അനലൈസ് ചെയ്യുന്ന എന്നുള്ള കാര്യം പറഞ്ഞല്ലോ സാർ. ഇനി നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഭാഗത്തിലോട്ട് പോകുമ്പോൾ, കൂർക്കമ്പലിയായിട്ട് വരുന്ന ഒരാളുടെ ട്രീറ്റ്മെന്റ് ഭാഗത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അവിടെ? 3 കാര്യമാണ്. ഒന്ന്, ഈ ജന്മന തന്നെ ചിലരുടെ മാൻഡിബിൾ, താടിയല്ല്, കീഴ്ത്താടിയല്ലൊക്കെ പുറകിലോട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെയാണെങ്കിൽ നാക്കിൻ്റെ പൊസിഷനും കുറവായിരിക്കും, അപ്പോൾ തൊണ്ടയുടെ ഡയമീറ്റർ തീരെ കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആ താടിയല്ലൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഇപ്പം പുതിയ ഡിവൈസസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് കൂടുതലും ഈ ഓറൽ സർജറി അല്ലെ ഓറൽ മെഡിസിൻ, ഡെൻ്റൽ സർജൻസ്, അത് ഇപ്പം പുതുതായിട്ട് ഒത്തിരി പ്രോസ്റ്ററ്റിക്സ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അഥവാ ഒരു അനാറ്റമിക്കൽ ഇഷ്യൂ ആണ്, ഇപ്പം മൂക്കിനകത്തും തൊണ്ടയ്ക്കുമുള്ള അനാറ്റമിക്കൽ ഇഷ്യൂ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ENT ഡോക്ടർ അസസ് ചെയ്തിട്ട് അത് സർജിക്കലി കറക്റ്റ് ചെയ്യാവുന്നതാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ മൂന്നാമത്തേതാണ് നമുക്ക് ഈ CPAP എന്ന് പറയും, കണ്ടിന്യൂസ് പോസിറ്റീവ് പ്രഷർ, എയർവേ പ്രഷർ. അതായത് നമ്മൾ ഈ കൊളാപ്സ് ചെയ്യുന്ന ഈ ശ്വാസം നെഗറ്റീവ് പ്രഷർ വരുമ്പോൾ ഈ തൊണ്ടയകത്തോട്ട് ടോട്ടലി ഞാൻ കൊളാപ്സ് ചെയ്യുമ്പോഴാണ് ഈ സ്ലീപ്പ് ആപ്നിയ ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു മാസ്ക് പോലുള്ളൊരു വസ്തു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് പ്രഷർ എപ്പോഴും തൊണ്ടയിൽ കൊടുത്തിരിക്കും, ഒരു കണ്ടിന്യൂസ് പോസിറ്റീവ് പ്രഷർ. ആ പ്രഷർ കൊടുക്കുമ്പോൾ അത് ടോട്ടലി കൊളാപ്സ് ചെയ്യത്തില്ല, അപ്പോൾ എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്ഥിതിയുണ്ട്. അത് CPAP ഇതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. പിന്നെ ഇത് കൂടാതെ തീർച്ചയായിട്ടും ഇത് 3 ചെയ്യുന്നെങ്കിലും ഏറ്റവും പ്രധാനം നമ്മുടെ സ്ലീപ്പ് ഹൈജീൻ ടെക്നിക്സ്, അതും ഞാൻ പറയാം. നമ്മുടെ ശരിയായ ഒരു ലൈഫ് സ്റ്റൈൽ വളരെ വളരെ പ്രധാനമാണ്. വണ്ണം ഇത്രയും കൂട്ടി വെച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്തിട്ട് കാര്യമില്ല. വണ്ണം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ, നമ്മുടെ ഉറക്കം കറക്റ്റാക്കാനുള്ളത്, നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചെയ്ത് അതിന് സ്ലീപ്പ് ഹൈജീൻ ടെക്നിക്സ് എന്ന് പറയും. അത് നമ്മൾ കറക്റ്റായിട്ട് അതും കൂടെ ഫോളോ ചെയ്താൽ മാത്രമേ ഈ CPAP മെഷീനൊക്കെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. തെരഞ്ഞെടുത്ത കേസുകളിൽ നമുക്ക് സ്ലീപ്പ് സർജറികളും ഉണ്ട്, സ്നോറിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജറികളും ചെയ്യാം. പക്ഷെ അത് എല്ലാ കേസുകളിലും അല്ല, വേണ്ടുന്ന തെരഞ്ഞെടുക്കപ്പെട്ട കേസുകളിൽ മാത്രമേ ചെയ്യേണ്ടത്. അത് കുട്ടികളിൽ പ്രത്യേകിച്ചും വേണ്ടി വരും. അടിനോടുള്ള കുട്ടികൾക്ക് അത് സിവിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് സർജറിയുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ മാസ്ക് ഒന്നും വെച്ച് നടക്കത്തൊന്നും കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ റീസൺ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ അഡിനോഡക്ടമി നമ്മൾ ചെയ്യേണ്ടി വരും. അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക. പലരും അത് ഒരു നിസ്സാര പ്രശ്നമായിട്ട് എടുക്കാറുണ്ട്. പക്ഷേ അവരോട് പലർക്കും പറഞ്ഞാലും മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷേ കുഞ്ഞിൻ്റെ ഭാവി ജീവിതത്തിനെ സ്ഥായിയായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ആരോഗ്യത്തെയും ഭാവി നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാം ബാധിക്കുന്ന കാര്യമാണ് ഈ കുഞ്ഞുങ്ങളിലുള്ള അഡിനോയിഡ് ഇഷ്യൂ. അതുപോലെ സ്നോറിങ് ഉള്ള ആൾക്കാരിൽ മദ്യം അങ്ങനെയുള്ളതായിട്ട് അതെല്ലാം വേണം ആവശ്യം. അതായത് സ്ലീപ്പ് ഹൈജീൻ്റെ ഭാഗമാണ്. ഈ മദ്യം ഉപയോഗിക്കുക, പുകവലിക്കുക, ഒബീസിറ്റി കൺട്രോൾ ചെയ്യുക, ആവശ്യത്തിൽ കൂടുതൽ കാപ്പിയും ചായയും ഉപയോഗിക്കുക, മറ്റു ബിവറേജസ്, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കൂർക്കമ്പലിയെ പറ്റി പറഞ്ഞു നിർത്തുന്നതിന് തൊട്ട് മുമ്പ് സാർ, സെൻട്രൽസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒബ്സ്ട്രക്ഷൻ കൊണ്ടുള്ള കൂർക്കമ്പലിയെ പറ്റി പറഞ്ഞല്ലോ. അതുകൂടെ സെൻട്രൽ സ്നോറിംഗ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു സ്നോറിംഗ് കണ്ടീഷൻ ഉണ്ട്. അതേപ്പറ്റി സെൻട്രൽ സ്നോറിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയ ആൾക്കാരിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിന് കാരണം ഈ തൊണ്ടയിൽ വരുന്ന തടസ്സം കൊണ്ടാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. പക്ഷേ ഈ സെൻട്രൽ സ്നോറിംഗ് ഉള്ള വ്യക്തികളിൽ ഈ നമുക്കറിയാമല്ലോ, നമ്മുടെ റെസ്പിറേറ്ററി സെൻറ്റർ തലച്ചോറാണ് നിയന്ത്രിക്കുന്നത്. ആര് എപ്പോൾ ശ്വസിക്കണമെന്നൊക്കെ ഉള്ളതെല്ലാം തലച്ചോറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ റെസ്പിറേറ്ററി സെൻറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ശ്വാസം വരേണ്ട സമയത്ത് വരത്തില്ല, ശ്വാസം നിന്നു പോവുകയാണ്. ഇപ്പോൾ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയിൽ നമ്മൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ഈ നെഞ്ച് വികസിക്കുകയും ചുരുക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ എയർ അകത്തോട്ട് പോകുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഈ സെൻട്രൽ സ്ലീപ്പ് ആപ്നിയയിൽ നെഞ്ച് അനങ്ങുന്നില്ല, അബ്ഡോമിനും അനങ്ങുന്നില്ല, ശ്വാസം ഉള്ളോട്ട് എടുക്കുന്നില്ല. അങ്ങനെയാണ് സ്ലീപ്പ് ആപ്നിയ വരുന്നത്. അത് പലപ്പോഴും പലപ്പോഴും കൂർക്കമ്പലി സിവിയറായിട്ടുള്ളവരിൽ ചിലപ്പോൾ ഒരു ചെറിയ ശതമാനം അങ്ങനെ സംഭവിച്ചെന്ന് വരാം. കാരണം ഈ ഓക്സിജൻ്റെ അളവ് തീരെ കുറയുമ്പം ബ്രെയിനിൻ്റെ റെസ്പോൺസ് ഇച്ചിരി കുറയുന്നുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം കേസുകളിൽ അത് ഒരു തലച്ചോറിൻ്റെ ഒരു രോഗം, ഒന്നുകിൽ അതിനകത്തൊരു രക്തക്കുഴൽ ബ്ലോക്കായിട്ടൊരു ഭാഗം
ഇൻഫാർക്റ്റ് എന്ന് പറയും, സ്ട്രോക്ക് പോലെ വരുന്ന അവസ്ഥയിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്യൂമർ, പ്രത്യേകിച്ചും നമ്മുടെ ഈ മെഡുല്ലയുടെ ഭാഗത്താണ്, ഏറ്റവും ബ്രെയിൻ്റെ അടിഭാഗത്താണ് ഈ സ്ലീപ്പ് സെൻറ്റർ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലുമുള്ള ട്യൂമറോ മറ്റ് സിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കംപ്രഷനൊക്കെ വരുന്നത്, അതുകൂടാതെ സിവിയർ ഹാർട്ട് ഡിസീസിലൊക്കെ സംഭവിക്കാം. അതായത് സിവിയർ COPD എന്ന് പറയും, നമ്മൾ ആസ്മയൊക്കെ ഭയങ്കരമായിട്ട് കൂടി ലങ്സ് കപ്പാസിറ്റിയൊക്കെ ഒത്തിരി കുറയുന്നവരിൽ, അങ്ങനെയൊക്കെ ഉള്ളവരിൽ അത് സീരിയസ് ഒരു രോഗത്തിൻ്റെ ഭാഗമാണ് ഈ സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ മാത്രമായിട്ട് വരികയാണെങ്കിൽ. അത് തീർച്ചയായിട്ടും ഒരു ന്യൂറോളജിസ്റ്റിനെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കാണുകയും മറ്റ് രീതിയിൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് MRIയോ ഒക്കെ ബ്രെയിൻ്റെയൊക്കെ എടുത്ത് അത് കണ്ടുപിടിക്കേണ്ടതാണ്. അത് തൊണ്ടയുടെ മസിൽസ് തന്നെ, പിന്നെ ചില പാരാലിറ്റിക് ഡിസീസസിലും അതിങ്ങനെ സംഭവിച്ചെന്ന് വരാം, സ്ട്രോക്ക് പോലുള്ള രോഗങ്ങളിലൊക്കെ. ബുക്ക് വഴിയെക്കുറിച്ച് നമ്മൾ ഏകദേശം എല്ലാ ആസ്പെക്ട്സും തന്നെ വളരെ വിശദമായിട്ട് തന്നെ പോലെ എല്ലാ ആസ്പെക്ട്സും നമ്മൾ ഇന്ന് സംസാരിച്ച